സ്ഥലത്തിന് നിങ്ങൾ പറയല്ലേ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ വെറുതെ പറയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. ഇപ്പൊ നിങ്ങൾ എന്നെ കണ്ടപ്പോ എഴുന്നേറ്റ് നിന്നുല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകട്ടെ. ഒരു ഭാഗം തളർന്ന് കിടക്കേണ്ട ഒരു അവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ. വേദന അള്ളാഹു ശമിപ്പിച്ച് തരട്ടെ. ക്ഷീണം അള്ളാഹു തരാതിരിക്കട്ടെ. ആഫിയത്തും ആരോഗ്യം അള്ളാഹു നൽകട്ടെ. ഇരിക്കും. ചായ കുടിച്ചോന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞാൽ കുടുങ്ങി. ഞാൻ രാവിലെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ സ്ഥലം കിട്ടൂല. പറഞ്ഞ പോലെ തന്നെ അല്ലേ, അടിമിമാരൊക്കെ അവിടെ ഇങ്ങനെ അടഞ്ഞു നിൽക്കണില്ലേ? ഒരാൾ ഇങ്ങോട്ട് വരാൻ സമയം ഇങ്ങോട്ട് വരും, മക്കൾ അങ്ങോട്ട് വരും. നിങ്ങളെ കൗത്തിലത് ഇട്ട ആൾക്കാരൊക്കെ ഒന്ന് മാറിക്ക. ചായ കുടിച്ചങ്ങള് ഒന്ന് ഇങ്ങോട്ട് വാടോ. എങ്ങനെ എന്തി ഇങ്ങോട്ട് വരും? എങ്ങനെ പറയാ ഇന്ത്യയില്? എങ്ങനെ പറയാ? പറ പെണ്ണ. എങ്ങനെ? അവിടെ ആരും നിൽക്കണ്ട. അവിടെ ബാക്കിൽ കസാലൊക്കെ എടുത്ത, ബാക്കിൽ സ്റ്റൂളൊക്കെ എടുത്ത. എന്താ ഞാൻ ചെയ്യാ? നിങ്ങള് വേറെ തങ്ങന്മാരും മൊയിലേമാരൊക്കെ ഉണ്ട്, അങ്ങോട്ട് പോയിക്കോണ്ട്. മണിക്കൊക്കെ വേസല്ലേ? മൈസറ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് സങ്കടങ്ങളുമായി ഒരു ഉമ്മാക്ക് സീറ്റ് കൊടുത്ത മോളെ തങ്ങൾ പറഞ്ഞ കുട്ടി നീച്ചേ. ഒരു സ്നേഹമില്ലാത്ത കുട്ടികളൊക്കെ നീപ്പിച്ചേ. ചെറിയ ചെറിയ പൈത മക്കളെ വയസ്സത്തികളൊക്കെ നിർത്ത്. ബസ്സില് കുട്ടികൾക്ക് സീറ്റ് കൊടുത്ത മാണിക്കെല്ലാം നീച്ച. ഒരു സ്നേഹമില്ലാത്ത സാധനം അത്. അവർക്ക് അമ്മക്ക് സീറ്റ് കൊടുക്കി. അമ്മ എങ്ങത്തില് വരും? ഇവിടെ നിൽക്കുക അമ്മേ. അതാ അള്ളാഹു ബർക്കത്ത്. ഇതൊക്കെ അമ്മക്ക് സീറ്റ് കൊടുത്തേ. ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ആ കുട്ടീനടുത്തൊക്കെ സീറ്റ് കൊടുത്തേ. ആ വയസ്സായ ഉമ്മയല്ല എണീറ്റ് കൊടുത്തത്. പഠിച്ചോനെ എന്താ ചെയ്യാ? നിങ്ങള് അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. ഇത്തരം സങ്കടത്തോടെ വന്നവരാണ് ഒരുപാട് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അള്ളാഹു സന്തോഷവാർത്ത അള്ളാഹു അറിയിച്ചു തരട്ടെ. നമ്മളൊന്നും ഒരുപാട് സങ്കടമുള്ളല്ലോ അല്ലെ? അല്ലാന്ന് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സങ്കടങ്ങൾ അള്ളാഹു തരാതിരിക്കട്ടെ. വലിയ മാരകമായ രോഗങ്ങളും അള്ളാഹു തരാതിരിക്കട്ടെ. എന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം, 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. ഈ ദുആ, ഈ സമയത്തുള്ള ദുആക്ക് വലിയ ഇജാബത്താണ്. ഈ 10 മണിക്ക് ഈ കൊടിമരത്തിന്റെ മുന്നിൽ വെച്ച് നമ്മൾ ഈ ദുആ, അത് വലിയൊരു നിഅമത്താണ്. ചില ആളുകൾക്ക് ഇപ്പൊ കുറെ കുട്ടികളെന്ന് ഇപ്പൊ രാവിലെ കുട്ടിനെ പേരിട്ട്, ഇപ്പോഴൊരു കുട്ടിനെ പേരിടാൻ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ ഒരു അനുഭവം അത് അള്ളാഹു തന്നൊരു നിഅമത്ത്. ഇത്ര ആളുകൾ നോക്കാൻ ഒരു വയല് വെച്ച എത്ര ആളെ കിട്ടുമോ? നമ്മള് ഒരു വയല് വെച്ചാല് ഒരു ബക്കറ്റ് പിരി നിർത്തി വെച്ചുള്ള കാര്യമാവും. സുബ്ഹാനല്ലാഹ്, ഇത്ര അത്ഭുതങ്ങൾ. അതൊക്കെ അള്ളാഹു തന്ന നിഅമത്ത്. അതിന്റെ കറാമത്തല്ല. എനിക്കല്ല ഒരു കറാമത്ത് അള്ളാഹു തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഈ മണ്ണിനൊരു പവിത്രത ഉണ്ട്. അതെന്താ അറിയോ? ഒരുപാട് യതീം മക്കള് സന്തോഷത്തിന്റെ കണ്ണിനീര് വീഴ്ത്തുന്നു. ഇവിടുന്ന് 60ഓളം യതീം മക്കള് ഓരോ മാസത്തില് ഒരുപാട് പൈസ കൊണ്ടുപോകുന്ന ഒരു മുറ്റാണ്. അതുപോലെ ഇങ്ങനെ കൊടുക്കുമ്പോ ഓലിങ്ങനെ കരഞ്ഞിട്ട് സന്തോഷത്തിന്റെ കണ്ണീരുകൊണ്ട് പോവാം. ഒരുപാട് വിധവകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത, അല്ലാഹു തന്ന നിഅമത്താണ്. അല്ലാഹു മരിക്കുന്നത് വരെ ഈ സന്തോഷം അല്ലാഹു നിലനിർത്തി തരട്ടെ കേട്ടോ. അപ്പൊ എന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം, 3 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം. ഇന്നിപ്പോ എത്ര ആളുകള് സ്വർണം തന്നു. ഇനിയുണ്ട് സ്വർണം കൊടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ നമ്മൾ പേരിട്ടുള്ള ഒരു കുട്ടിക്ക് നിങ്ങൾ കണ്ടോ?
കുട്ടിക്ക് പേരിട്ട്. മക്കളുണ്ടായിരുന്നില്ല, അവിടെ വന്ന് മക്കളായി. ഒരു കുട്ടി പരീക്ഷയിൽ നല്ല മാർക്കോടെ വിജയിച്ചു, അത് ആഗ്രഹിച്ചതിനേക്കാൾ വലിയ മാർക്ക് കിട്ടി. ഇതൊക്കെ അല്ലാഹു തന്നെയാണ്. ഇപ്പതാ ഒരു കുട്ടിനെ കൊടുത്ത ഒരു പൊന്നുമോളെ എത്ര ദിവസമായി പ്രസവിച്ചിട്ട്? ഒരു കുട്ടിന്റെ പേരിടാൻ കൊടുത്തിക്കണേ, പാല് കൊടുത്തിട്ട് ചെറിയ കുട്ടിയാ. ഡോക്ടർമാര് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ പറഞ്ഞാണ്, കുട്ടിക്ക് എന്താ ഊരൊക്കെ പ്രശ്നമാണ്, പ്രസവിക്കൂല, പ്രയാസമാണ്. ഉമ്മ പറഞ്ഞു നേരെ കൊടക്കാട്ടേക്ക് വെക്കോ. ആങ്ങളോട് പറഞ്ഞു, മകനോട്. അൽഹംദുലില്ലാഹ് ഒരു വിഷമം ഉണ്ടായില്ല. അപ്പൊ ഫളില് പറയാം, അള്ളാഹു ബർക്കത്ത്. ഇതൊക്കെ സ്വലാത്തിന് അള്ളാഹു തരുന്ന നിഅമത്താണ്. അള്ളാഹു പ്രയാസം അള്ളാഹു തരാതിരിക്കട്ടെ. നിങ്ങളൊക്കെ ഒരുപാട് സങ്കടങ്ങളോട് വന്നതാ, തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്ക് അള്ളാഹു സന്തോഷമുള്ള വാർത്ത അള്ളാഹു അറിയിച്ചിട്ടാ. ഇൻഷാ അല്ലാഹ് 3 ഫാത്തിഹൂദ 3 സ്വലാത്ത് ചൊല്ലും. അതിലൊന്നാമത്തെ സ്വലാത്ത് ചൊല്ലുന്ന നമ്മളെ വിഷമങ്ങൾ മാറാനാ. 3 സ്വലാത്ത് നമ്മൾ ചൊല്ലും. അതിലൊന്നാമത്തെ സ്വലാത്ത് നമ്മളെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറാനുള്ളതാണ്. എന്തൊക്കെ വിഷമം റബ്ബ് തന്നിട്ടുണ്ടോ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റിത്തരട്ടെ. രണ്ടാമത്തെ സ്വലാത്ത് നമ്മൾപ്പെട്ട പലരും രോഗികളാണ്. എത്രയോ പേര് രോഗികളാണ്. രോഗം അല്ലാഹു ശിഫയാക്കി തരട്ടെ. മൂന്നാമത്തെ സ്വലാത്ത് മരിക്കുന്നതിന്റെ മുമ്പ് ഒരു തവണയെങ്കിലും മദീന കാണാൻ അല്ലാഹു ഭാഗ്യം തരട്ടെ. അതുകൊണ്ട് ഒരു ഫാത്തിഹയാണ്. 3 സ്വലാത്തുൽ ഫദ്ല ഹദറത്ത് റൂഹി നബിയന وحبيبنا المصطفى محمد صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة أبو بكر الصديق. ആദ്യമായിക്കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചതായ ആണുങ്ങൾ പറയും, ആണുങ്ങള് അബൂബക്കർ സിദ്ദീഖ്. ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ആണുങ്ങൾ പറയും? അബൂബക്കർ സിദ്ദീഖ് പറയും. ആരാണ് ആദ്യമായിക്കൊണ്ട്? അതാണ് അതേ ആദ്യമായിക്കൊണ്ട് ആണുങ്ങളെ കൂട്ടത്തിലും പെണ്ണുങ്ങളെ കൂട്ടത്തിലും ഇസ്ലാം മതം സ്വീകരിച്ചത് ഖദീജത്തുൽ കുബ്രയാണ്. രണ്ടാമതാണ് അബൂബക്കർ സിദ്ദീഖ്. അവ്വലു മൻ സദ്ദഖനി